വെൽക്കം. 6-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അലക്സ് ബോസ്കോ. ട്രഷറി കോഡ് എന്ന് പറയുന്ന ആ ബൃഹത് പുസ്തകത്തിൻ്റെ 6-ാം എപ്പിസോഡാണ് ഇത്. ഞാൻ കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായിട്ട് ട്രഷറി കോഡിൻ്റെ 162 വരെയുള്ള 161 വരെയുള്ള റൂൾസ് വിശദീകരിച്ചിരുന്നു. ഇനി അടുത്ത ഭാഗം 163 വരെയുള്ള റൂൾസാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ട്രഷറി കോഡിൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ 163ാമത്തെ റൂള് എടുക്കണം. കാരണം പുസ്തകത്തിൽ നോക്കിയാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടി വരുന്നത്. നിങ്ങൾ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പലരും വിളിച്ച് പറഞ്ഞതാണ്, വായിച്ചിട്ട് പലർക്കും ഓർമ്മ നിൽക്കുന്നില്ല, പ്രായമായില്ലേ സാറേ, ഇനി എങ്ങനെ ഓർമ്മ നിൽക്കും എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. കല്യാണം കഴിഞ്ഞു, മക്കളായി, ഇനി എങ്ങനെയാണ് എൻ്റെ ഓർമ്മ നിലനിൽക്കുന്നത്, ഞാനിനി പഠിച്ചാൽ ജയിക്കുമോ? നിങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും. നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? കുറേ പേര് പറയുന്നു തോന്നുന്നു എന്ന്, അല്ലേ? കുറേ പേര് പറയുന്നു തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണ തീയതി ഓർമ്മയില്ലേ? ഉണ്ട്. ബർത്ത്ഡേ ഓർമ്മയില്ലേ? ഉണ്ട്. മകനല്ലെങ്കിൽ മകൾ ജനിച്ച ദിവസം ഓർമ്മയില്ലേ? ഉണ്ട്. ഇതൊക്കെ എഴുതി വെച്ച് പഠിച്ചതാണോ? അല്ല. അതോ നിസ്സാരമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, സിമ്പിളായിട്ട് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ അത് നിലനിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് വേണം ഇത് ഓർക്കാൻ. പക്ഷേ അവിടെ വേറൊരു കാര്യം വേണം, ആത്മസമർപ്പണം വേണം. ആത്മസമർപ്പണം എങ്ങനെയാണ്? പൂർണ്ണമായി സമർപ്പിക്കുക. ഞാൻ പരീക്ഷ ജയിക്കും എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഞാൻ ഈ പരീക്ഷ നേടിയിരിക്കും, എന്നെക്കൊണ്ട് ഐ ക്യാൻ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ത്വര ഉണ്ടായി വരണം, ഒരു ശബ്ദം വരണം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷ വളരെ സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. അതോടൊപ്പം വേറൊരു സ്റ്റഡി ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ആത്മവിശ്വാസത്തോടൊപ്പം ഒരു സ്റ്റഡി ടിപ്പ്. ഇപ്പോൾ ട്രഷറി കോഡിൻ്റെ റൂൾ നമ്പേഴ്സ് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ KSRൻ്റെ റൂൾ നമ്പേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ക്യാഷ്വൽ ലീവ് എത്രാമത്തെ റൂളാണ്, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് എത്രാമത്തെ റൂളാണ്, അല്ലെങ്കിൽ പേ ബില്ലിനെ കുറിച്ച് ട്രഷറി കോഡിൽ എവിടെ പറയുന്നുണ്ട്, ചെലാനെ കുറിച്ച് എത്രാമത്തെ റൂളാണ്, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒട്ടും വായിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യമാണെന്ന് വെച്ചോ, ഓർമ്മയിൽ നിൽക്കുന്നേയില്ല, എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു സംഭവം ആയാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താണോ ഓർക്കേണ്ടത്, ഓർക്കാൻ പറ്റാതിരുന്ന് നമുക്ക് അത്യാവശ്യം ഓർക്കേണ്ട 1-2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 5 കാര്യത്തിൽ കൂടുതൽ പറയാൻ പാടില്ല, മാക്സിമം ഒരു 5 കാര്യം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ആത്മാർത്ഥതയോടെ എഴുതി നിങ്ങളുടെ ബെഡ്റൂമിന് അടുത്തുള്ള മേശയിലോ എവിടെയെങ്കിലും നിങ്ങൾ കാണത്തക്ക രീതിയിൽ ഒന്ന് വായിച്ചിട്ട് അവിടെ വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, മുഖമൊക്കെ കഴുകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു, പല്ല് തേക്കുന്നു. ആ സമയം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതേ സംഭവം വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുന്നു. സിമ്പിളായിട്ട് വായിക്കുന്നു. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ആരെങ്കിലും കണ്ട് ചിരിക്കുന്നത് പോലെ ഇതിനെ കണ്ട് ചിരിക്കുന്നു, പുസ്തകം എടുക്കുന്നു, വായിക്കുന്നു, ഈ പേപ്പർ എടുക്കുന്നു, വായിക്കുന്നു, വീണ്ടും അവിടെ അങ്ങ് വയ്ക്കുന്നു, വീണ്ടും അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്നു, ഇടയ്ക്ക് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പേപ്പർ കാണുന്നു, വീണ്ടും എടുക്കുന്നു, ഒന്ന് വായിക്കുന്നു, ചുമ്മാ അങ്ങ് വയ്ക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം, എപ്പോഴുമല്ല, തുടർച്ചയായിട്ട് ഇത് ചെയ്തു. ഒരിക്കൽ മാത്രം ചുമ്മാ കഥ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മാഗസിൻ്റെ പടം കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് മുഖചിത്രങ്ങൾ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു, വയ്ക്കുന്നു. രാത്രി വീണ്ടും കിടക്കാൻ നേരത്തിന് നമ്മൾ ഒരിക്കൽ വായിക്കുന്നു. അപ്പോൾ വായിക്കാതെ തന്നെ നമുക്ക് അതിലെ കാര്യങ്ങൾ അറിയാമായിരിക്കും. ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ എഴുതി വെച്ച 5 കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ അങ്ങ് പതിഞ്ഞിരിക്കും.
അതാണ് ആ ടെക്നിക്ക്. രാത്രി ഒരിക്കൽ കൂടെ വായിക്കുന്നു, ചുമ്മാ വലിച്ചെറിയാൻ കളയുന്നു. അടുത്തൊരു പേപ്പർ എടുക്കുന്നു, വീണ്ടും അതുപോലെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കണം, അല്ല രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളല്ല എഴുതിയിരിക്കേണ്ടത്. പഠിക്കാനുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വിജയിക്കും, ഞാൻ പരീക്ഷയ്ക്ക് വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങൾ എഴുതി വെച്ച് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. ശരി, നമുക്കിനി ആ സ്റ്റഡി ടിപ്പിൽ നിന്ന് പരീക്ഷ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ട്രിഷേക്കോട് വോളിയം ഫസ്റ്റിലെ റൂൾ നമ്പർ 162. അതിലെ ഒരു പ്രധാന ചോദ്യമാണ്, എ ബിൽ ബിക്കംസ് വൗച്ചർ വെൻ ഇറ്റ് ഈസ് ഡാഷ്. ഒരു ബില്ല് വൗച്ചറായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന്? വെൻ ഇറ്റ് ഈസ് പെയ്ഡ്. അപ്പോൾ ഈ ഒരു സെന്റൻസാണ് നമ്മൾ എത്ര വായിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെന്റൻസ് എഴുതി വെച്ചിരിക്കുക പേപ്പറിൽ. ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് ഒരു മുഖചിത്രം കാണുന്നത് പോലെ കണ്ടിട്ട് പല പ്രാവശ്യം കണ്ടിട്ട് രാത്രി വലിച്ചു കളയുക. അല്ലെങ്കിൽ അടുത്ത് വേറൊരു ചോദ്യം, നിങ്ങൾ റൂൾ നമ്പർ 163, പുസ്തകത്തിലെ റൂൾ നമ്പർ 163 എടുക്കണം. അതിലെ ഒരു ചോദ്യമാണ്, ദി പ്രൊട്ടക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഇൻ എ ബിൽ ഷാൽ ബി റെക്കോർഡഡ് ഇൻ. ദി പ്രൊട്ടക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഇൻ എ ബിൽ ഷാൽ ബി റെക്കോർഡ് ഇൻ ഡാഷ്, റെഡ് ഇങ്ക്. ദി പ്രൊട്ടക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഇൻ എ ബിൽ ഷാൽ ബി റെക്കോർഡഡ് ഇൻ റെഡ് ഇങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബിൽ ക്ലെയിമിംഗ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഷാൽ ബി പ്രിഫേർഡ് ഇൻ ഫോം ഡാഷ്. എ ബിൽ ക്ലെയിമിംഗ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഷാൽ ബി പ്രിഫേർഡ് ഇൻ ഫോം ഡാഷ്, TR42. ആ ഒരു സെന്റൻസ് എഴുതി വയ്ക്കുക. അപ്പം ഞാനിപ്പോൾ 3 സെന്റൻസ് പറഞ്ഞു, ആ 3 സെന്റൻസ് മാത്രം നിങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ സക്സസ് ആയി എങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേ. എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. അടുത്തൊരു ചോദ്യം നോക്കാം. ക്ലെയിംസ് ഫോർ വിച്ച് നോ സ്പെസിഫിക് ഫോം ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം ഡാഷ്. ക്ലെയിംസ് ഫോർ വിച്ച് നോ സ്പെസിഫിക് ഫോം ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം ഡാഷ്, TR42. TR42 പറയുന്നത് ക്ലെയിംസ് ഫോർ വിച്ച് no specific form has been prescribed shall be made in form dash, TR42. അടുത്ത ക്വസ്റ്റ്യൻ, a permanent advance sanctioned to a newly created office has to be drawn in form dash, TR42. ഇതെല്ലാം TR42ൻ്റെ ആണ്. A permanent advance sanctioned to a newly created office has to be drawn in form TR42. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ നമ്പർ 163 1 എടുത്തോളാം. റൂൾ നമ്പർ 163 1 പുസ്തകത്തിൽ, അതിലാണ് ഇത് പറയുന്നത്. സെപ്പറേറ്റ് ഷെഡ്യൂൾ ഓഫ് റിക്കവറീസ് ഇൻ TR106 ഷുഡ് ബി അറ്റാച്ച്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസസ് ആസ് റിക്വയർഡ് ഇൻ. ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് റൂൾ 163 1 കേരള ട്രഷറി കോഡ് വോളിയം 1 ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റൂൾ 163 ഒന്നെടുത്ത് വായിച്ചാൽ ഈ പറഞ്ഞ കാര്യം കിട്ടും. സെപ്പറേറ്റ് ഷെഡ്യൂൾ ഓഫ് റിക്കവറീസ് ഇൻ TR106 ഷുഡ് ബി അറ്റാച്ച്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസസ് ആസ് റിക്വയർഡ് ഇൻ ഡാഷ്, റൂൾ 163 1 KTC വോളിയം ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി എൻഡോഴ്സ്മെന്റ്സ് can be made in a contingent bill in favor of a firm suppliers? Once more, how many endorsements can be made in a contingent bill in favor of a firm suppliers? ഒരു കണ്ടിജന്റ് ബില്ല് എത്ര എൻഡോഴ്സ്മെന്റ് നടത്താമെന്നാണ്. ഓൺലി വൺ, ഒരു എൻഡോഴ്സ്മെന്റ് മാത്രമേ ഒരു കണ്ടിജന്റ് ബില്ല് നടത്താൻ പാടുള്ളൂ. അടുത്ത ചോദ്യം, ആസ് പെർ സെക്ഷൻ 3 ഓഫ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899, every receipt for a sum exceeding ₹5,000 shall be duly stamped by the payee with a revenue stamp worth ₹1. Please pick out the similar rule in Kerala Treasury Code. Once more,
As per Section 3 of Indian Stamp Act 1899, every receipt of a sum exceeding rupees 5,000 shall be duly stamped by the payee with a revenue stamp worth rupees 1. Please pick out the similar rule in Kerala Treasury Code. അതായത് സ്റ്റാമ്പ് ആക്ട് 1899 സെക്ഷൻ 3 അനുസരിച്ച് 5,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നവർ, 5,000 രൂപയിൽ കൂടുതൽ പേയ്മെന്റ് നടത്തുന്നെങ്കിൽ അതിന് 1 രൂപ റവന്യൂ സ്റ്റാമ്പ് 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിടണമെന്നാണ്. 5,000 രൂപയ്ക്കും റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട, 5,000 രൂപയിൽ താഴെയാണെങ്കിലും റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട കാര്യമില്ല. 5,000 രൂപയിൽ കൂടിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപയായാലും 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്. ഈ സംഭവം ട്രഷറി കോഡിലെ എത്രാമത്തെ റൂളിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. റൂൾ 163S എന്നാണ്. 163S കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 163S പറയുന്ന കാര്യമാണ് 5,000 രൂപയിൽ കൂടുതൽ പേയ്മെന്റ് നടത്തിയാൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിടണം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. വളരെ ശ്രദ്ധിക്കുക. 163S, പ്രത്യേകിച്ച് റൂൾ 163 എന്ന് പറയുന്നതിൽ തന്നെ ഒരു 10 മാർക്കിനുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട റൂളാണ്, വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട സംഭവമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതും 163Dയിൽ വരുന്നതാണ്. ഡി, ABCD ആ ഡിയിൽ വരുന്നതാണ്. 163Dയിൽ വരുന്നത്. It is required that every correction or alteration in the total of a bill shall be separately attested by full signature with the date of the person who signs the receipts. It is required that every correction or alteration in the total of a bill shall be separately attested by full signature with the date of the person who signs the receipt. റൂൾ 163D 163Dയിൽ പറയുന്നിരിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ വൈറ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല. ഒരു വര റെഡിങ് ഇട്ട് ഒരു വര വരച്ചിട്ട് ഫുൾ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് ആണ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ ഇട്ട് ഡേറ്റും വയ്ക്കണം. അടുത്ത് 163H, പുസ്തകത്തിൽ 163H എടുക്കണം. It is specified that bills requiring counter signature should be presented only after it has been duly countersigned. It is specified that bills requiring counter signature should be presented only after it has been duly countersigned. കൗണ്ടർ സൈൻ ചെയ്യേണ്ട ബില്ലുകളെല്ലാം തന്നെ കൗണ്ടർ സൈൻ ചെയ്ത് മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂ എന്ന് പറയുന്നത് ഏത് റൂളിലാണ്? കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 163H. അടുത്ത ചോദ്യം, ആസ് പെർ റൂൾ 163C 163C KTC വോളിയം 1, the space left blank either in the money column or in the column for particulars of the bill should invariably covered by dash. Once more, as per rule 163C KTC volume 1, the space left blank either in the money column or in the column for particulars of the bill should invariably covered by dash oblique lines. അതായത് ബില്ല് എഴുതുന്ന സമയത്ത്, ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒബ്ലിക് ലൈൻസ് ഉപയോഗിച്ച് റെഡിങ് വരച്ച് ക്യാൻസൽ ചെയ്യണം എന്ന്. ഒബ്ലിക് ലൈൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റിക്കവറീസ് ഓർഡേഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ കോഓപ്പറേറ്റീവ് ആക്ട്. Once more, recoveries ordered by cooperative societies registered under Cooperative Act. Answer, should take up for recovery after getting remainders for recovery. Should take up recovery after getting remainders for recovery. റിക്കവറി നടത്തുന്നത് റിമൈൻഡേഴ്സ് പല പ്രാവശ്യം കൊടുത്തതിന് ശേഷം മാത്രമേ റിക്കവറി നടത്താവൂ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, the schedule of recovery to be attached with the pay bill in respect of motor conveyance advance is to be prepared in form dash.
the schedule of recovery to be attached with the pay bill in respect of motor conveyance advance is to be prepared in form dash TR 106 TR 106. അടുത്ത ക്വസ്റ്റ്യൻ. How much fees in court fee stamp is levied for issuing the certificate instead of lost bill? Once more, how much fees in court fee stamp is levied for issuing the certificate instead of lost bill? അതായത് ബില്ല് നഷ്ടപ്പെട്ടു എന്നുള്ള റിക്വസ്റ്റ് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒട്ടിക്കേണ്ട സ്റ്റാമ്പ് എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത് എന്നാണ്. ആൻസർ ₹5. 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി മോഡ് സിഗ്നേച്ചർ ഇൻ പേയ്മെന്റ് ഓർഡേഴ്സ്? വിച്ച് ഈസ് ദി മോഡ് ഓഫ് സിഗ്നേച്ചർ ഇൻ പേയ്മെന്റ് ഓർഡേഴ്സ്? പേയ്മെന്റ് ഓർഡേഴ്സിലെ മോഡ് ഓഫ് സിഗ്നേച്ചർ എന്താണ്? സൈൻഡ് ബൈ ഹെഡ് ഓഫ് ഓഫീസ്. ഹെഡ് ഓഫ് ഓഫീസറാണ് ഒപ്പിടേണ്ടത്. നെക്സ്റ്റ്. റവന്യൂ സ്റ്റാമ്പ് ഈസ് അഫിക്സ്ഡ് ഇഫ് എമൗണ്ട് പേയബിൾ എക്സീഡ്സ് ₹. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് തിരിച്ചിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എത്ര രൂപയിൽ കൂടിയാലാണ് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടത്? എക്സീഡ് ₹5,000. 5000 രൂപയിൽ കൂടി കഴിഞ്ഞാൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിക്കവറി കാൻ ബി ഡിഡക്റ്റഡ് ഫ്രം പേ ബിൽ? പേ ബില്ലിൽ നിന്ന് പിടിക്കാൻ പാടില്ലാത്ത റിക്കവറി ഏതാണ്? പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂപ്ലിക്കേറ്റ് ബിൽ ക്യാൻ ബി ഇഷ്യൂഡ് വെൻ ഡാഷ്. ഡ്യൂപ്ലിക്കേറ്റ് ബിൽ ക്യാൻ ബി ഇഷ്യൂഡ് വെൻ ഡാഷ് ദി ഒറിജിനൽ ബിൽ ദാറ്റ് ഹാസ് ബീൻ പാസ്ഡ് അറ്റ് ട്രഷറി ബട്ട് ലോസ്റ്റ് ബിഫോർ പേയ്മെന്റ്. ഒറിജിനൽ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സാവുകയും പേയ്മെന്റിന് മുമ്പ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നത്. ഈ സംവിധാനങ്ങളൊക്കെ സ്പാർക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. എന്നാലും ഈ നിയമങ്ങൾക്കൊന്നും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അടുത്ത അപ്പോൾ 163 എന്ന് പറയുന്ന 163 എന്ന് പറയുന്ന റൂളിലെ വിവിധങ്ങളായ ചോദ്യങ്ങൾ ഏകദേശം 5-6 മാർക്കിന് ഈ റൂളിൽ നിന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഒരേ പരീക്ഷയ്ക്ക് വന്നതാണ്. അടുത്ത റൂൾ നമ്പർ 164 164 പുസ്തകത്തിൽ റൂൾ നമ്പർ 164 എടുക്കുക. ഹലോ ചോദ്യം. എ ഗസറ്റഡ് ഓഫീസർ ഈസ് ഓതറൈസ്ഡ് ടു ഡ്രാ പേ ആൻഡ് അലവൻസസ് വിത്തൗട്ട് പേ സ്ലിപ്പ് ഫ്രം അക്കൗണ്ടന്റ് ജനറൽ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ഡാഷ്. ക്വസ്റ്റ്യൻ കൂടെ. എ ഗസറ്റഡ് ഓഫീസർ ഈസ് authorized to draw pay and allowances without pay slip from accountant general for a maximum period of dash. AGയിൽ നിന്ന് പേ സ്ലിപ്പ് ലഭിക്കാതെ മാക്സിമം എത്ര കാലം ഗസറ്റഡ് ഓഫീസർക്ക് ബില്ല് ഡ്രോ ചെയ്യാം, പേ ഡ്രോ ചെയ്യാം, ശമ്പളം ഡ്രോ ചെയ്യാൻ എത്ര മാസം ചെയ്യാമെന്നാണ്. 3 months ആണ് ആൻസർ. 3 മാസം വരെ പേ സ്ലിപ്പ് ഇല്ലാതെ ശമ്പളം വാങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ. The TA bill of a gazetted officer should be prepared in form dash. TR 47. TA bill of a gazetted officer TR 47. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് TR 47 ആണ് അറിയില്ല എന്ന് വെച്ചോ. ഈ പറഞ്ഞത് the TA bill of a gazetted officer should be prepared in form dash. TR 47 വായിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. TA bill of a gazetted officer TR 47. ഇത്രയും മാത്രം എഴുതിയത്. TA bill of a gazetted officer ഒരു ഹൈഫനഡ് TR 47. 2-3 പ്രാവശ്യം നോക്കി വരുമ്പോൾ തന്നെ സിമ്പിളായിട്ട് പഠിച്ച് അടങ്ങുമെന്നുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്. സിമ്പിളായിട്ട് നമ്മൾ ഒരു ചിത്രം കാണുന്ന അതേ ഭാഷയിൽ അത് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട് 2 to Rules 164A. റൂൾ 164A നോട്ട് 2 was inserted by GOP number 99/1989, fin dated 24/2/1989. The date of effect of note 2 is dash 19/5/1988. Note 2
to Rule 164A was inserted by GOP number 99/1989 fin dated 24/2/1989. ഇത് എഫക്റ്റ് ആയി തുടങ്ങിയത് എന്ന് മുതലാണ്? GOP നമ്പർ 99/1989 ഡാറ്റഡ് 24/2/1989 റൂൾ 164A ഇൻസർട്ട് ചെയ്തത്, എഫക്റ്റ് ചെയ്തത് എന്ന് മുതലാണ്? 19/5/88 മുതൽ. 19/5/88 മുതലുള്ള എഫക്റ്റ് അതിനുണ്ട്, ആ ഓർഡറിനുണ്ട്. 19/5/1988. Note 2 to Rule 164A was inserted by GOP number 99/1989 fin dated 24/2/1989. The date of effect of Note 2 is 19/5/1988. 1988 May 19. അടുത്ത ക്വസ്റ്റ്യൻ. A gazetted officer holding additional charge of a separate office can draw the charge allowance. Answer: along with salary bills. Answer: along with salary bills. അടുത്ത റൂൾ നമ്പർ 165 എടുക്കണം. റൂൾ നമ്പർ 165. Accountant General is competent to issue a leave salary certificate to a gazetted officer on leave. Choose the exact rule. Question കൂടെ. Accountant General is competent to issue a leave salary certificate to a gazetted officer on leave. Choose the exact rule. Answer: Rule 165B, KTC Volume 1. 165B. Rule 165B. പ്രത്യേകം നോക്കിക്കൊള്ളണം. റൂൾ 165B. അടുത്ത ക്വസ്റ്റ്യൻ. Who is competent to issue a leave salary certificate to a gazetted officer on leave? Who is competent to issue a leave salary certificate to a gazetted officer on leave? Answer: Accountant General. Who is competent to issue leave salary certificate to a gazetted officer on leave? Answer: Accountant General. അടുത്ത ക്വസ്റ്റ്യൻ. പേയ്മെന്റ് ഓഫ് ഡിയർനെസ് അലവൻസ് സാങ്ഷൻഡ് ബൈ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം ടു എ ഗസറ്റഡ് ഓഫീസർ ക്യാൻ ബി മെയ്ഡ് ബൈ ഡാഷ്. ക്വസ്റ്റ്യൻ ഒരിക്കലൂടെ. പേയ്മെന്റ് ഓഫ് ഡിയർനെസ് അലവൻസ് സാങ്ഷൻഡ് ബൈ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം ടു എ ഗസറ്റഡ് ഓഫീസർ ക്യാൻ ബി മെയ്ഡ് ബൈ ഡാഷ്. ആൻസർ: ലെറ്റർ ഓഫ് അതോറിറ്റി ഫ്രം അക്കൗണ്ടന്റ് ജനറൽ ടു ട്രഷറി ഓഫീസേഴ്സ്. Letter of authority from Accountant General to Treasury Officers. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ നമ്പർ 174, 174. കേരള ട്രഷറി കോഡിലെ 174 വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ് പെർ ഡാഷ്, ലൈഫ് സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് റിക്വയർഡ് along with a bill of a gazetted officer claiming arrears of leave salary after he has resumed duty. Answer: Exception 1 under Note 2 Rule 167A KTC Volume 1. 167A KTC Volume 1. 167A. ചോദ്യം എന്താണ്? അതിൽ പറയുന്നത് എന്താണ്? ലൈഫ് സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. 167A. Life certificate is not required along with a bill of a gazetted officer claiming arrears of leave salary after he has resumed duty. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വലിയ ഭാഗം കടന്നു പോയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിലെ ഇന്നത്തെ ചർച്ച അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെൽ ബട്ടണിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒത്തിരി 1000 വിജയാശംസകൾ നേർന്നുവന്ന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.